ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇതുപോലെയുള്ള മെറ്റൽ ബാംഗിൾസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് മേക്കിംഗ് വീഡിയോസ് ഞാൻ ഇതിനു മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് ചെയ്തിട്ടാണെങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, എങ്ങനെയാണ് ഈ ഒരു ബാംഗിൾ കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. അത് കട്ട് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് എൻക്വയറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാനൊരു വീഡിയോ മേക്കിങ്ങും അതുപോലെ തന്നെ കട്ട് ചെയ്യുന്നതിനായിട്ടൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്ര ക്ലിയർ അല്ല തോന്നുന്നു. ഇതുപോലത്തെ ബാംഗിൾസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ബീഡ്സ് കൊടുത്ത് ഇതിപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല. ചെയ്തതൊന്നും എൻ്റെ കയ്യിലില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാനായിട്ട് കയ്യിലൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ എൻഡ് പോർഷനിൽ 2 ബീഡ്സ് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് മേക്കിംഗ് വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇനിയും ഷെയർ ചെയ്യുന്നുണ്ട് ഈ ഒരു ടൈപ്പിൽ ഡബിൾ ലെയർ വരുന്നതൊക്കെ. അപ്പോൾ ഇതുപോലെയുള്ള ബാംഗിൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബാംഗിൾസ്, നമ്മൾ മെറ്റലിൻ്റെ ബാംഗിൾസ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന കട്ടിംഗ് പ്ലെയർ. അതായത് ഗിയർ വയർ, കോപ്പർ വയറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ മെമ്മറി വയറിനും അതുപോലെ തന്നെ ഈ ഒരു മെറ്റൽ ബാംഗിളിനൊന്നും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ അന്ന് വീഡിയോ ഷെയർ ചെയ്തപ്പോൾ ഒരു ചെറിയ പ്ലെയർ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ പ്ലെയർ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കട്ടിംഗ് പ്ലെയർ ഉണ്ടോ, ഈ ടൈപ്പിൽ വരുന്ന ഏത് ടൈപ്പ് ഓഫ് കട്ടിംഗ് പ്ലെയറും എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ ഈ ഒരു പോർഷനിലായിട്ട് ഇതുപോലെ ബ്ലേഡ് പോലെ ഉണ്ടാവും നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ബാംഗിളിൻ്റെ കട്ട് ചെയ്യേണ്ട പോർഷൻ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് കണ്ടോ, അവിടെ ഈ ഒരു ഭാഗം വെച്ച് നിങ്ങൾ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് സിമ്പിളായിട്ട് കട്ട് ചെയ്ത് വരും. അന്ന് ഞാൻ ചെറിയ പ്ലെയർ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് മൂർച്ച കുറച്ച് കുറവായ കാരണം നമുക്ക് കുറച്ച് ടൈം എടുക്കേണ്ടി വന്നു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാകുമ്പോൾ ഇങ്ങനത്തെ പ്ലെയേഴ്സ് മിക്കവാറും വീടുകളിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ രണ്ടാമത്തെ വർഷം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കട്ടായി കിട്ടും. ഓക്കെ, അതായത് ഫസ്റ്റ് ഇതുപോലെ ഇങ്ങനെ വെച്ചൊന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, ആ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇത് കണ്ടോ, കട്ടായി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇപ്പുറത്തേക്കും അതുപോലെ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഒരുപാട് പേര് ചോദിച്ചിരുന്നത് എങ്ങനെ കട്ട് ചെയ്യാമെന്നത്, വെട്ടുകത്തി വെച്ചൊക്കെ കട്ട് ചെയ്യാമെന്ന് പറയാറുണ്ട്. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. കട്ടാവുമായിരിക്കും, കാരണം കട്ടിങ് പ്ലെയർ വെച്ച് കട്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ നോർമലി കുറച്ച് വലിപ്പമുള്ള കത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കട്ടാവും. പക്ഷേ ഞാനിതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ആരും ചെയ്തിനി കൈയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് ചെയ്തു എന്ന് പറയരുത്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്യാറ്. ഇതേപോലുള്ള കട്ടിങ് പ്ലെയേഴ്സ് മിക്കവാറും വീടുകളിൽ ഉണ്ടാവാം. അപ്പോൾ അതുപോലുള്ള പ്ലെയേഴ്സ് വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള മെറ്റൽ ബാംഗിൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. താങ്ക് യു.